ഏറ്റവും പ്രിയപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുക. അവൾക്ക് അവനെന്ന അനുഭവമല്ലാതെ മറ്റെന്താണ് പ്രിയം? പ്രിയപ്പെട്ടവരിലേക്ക് അവൻ അവൻ്റെ പ്രാണനെ തന്നെ വിട്ടു നൽകുകയാണ്. ദൈവത്തിൻ്റേതാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അറ്റത്ത് അവളുടെ ആത്മസമർപ്പണത്തിൻ്റെ വലിപ്പം വളരെ വലുതാണ്. സമർപ്പണം സുന്ദരമാകുന്നത് ഇങ്ങനെയൊക്കെയല്ലേ? ദൈവം നിയോഗിച്ചത് മാത്രം നിവൃത്തിയാക്കുമ്പോൾ അവളെ പോലെ നിങ്ങളും ദൈവത്തിൻ്റെ പ്രകാശം നിറഞ്ഞ പ്രിയപ്പെട്ടവരായിട്ട് മാറുകയാണ്. അപ്രിയങ്ങളായവ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ പ്രളയസമാനം ഉയർന്നു നിൽക്കുമ്പോൾ അവൻ ഇറങ്ങി വരും, ഇടറാതിരിക്കുവാനും ഇരുളകറ്റുവാനും. പ്രിയപ്പെട്ടവന് വേണ്ടി അവളെടുത്ത തീരുമാനങ്ങൾ ഒരിക്കലും പിഴച്ചു പോയിട്ടില്ല. പഴിക്കപ്പെടുവാനും പഴി കേൾക്കുവാനുമുള്ള സാഹചര്യങ്ങൾക്ക് മീതെ അവളെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന് സാധിച്ചിട്ടുണ്ട്. അവളിൽ പ്രകാശിച്ച ദൈവത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ആവേശപൂർവം അവൾ വളർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവന് വേണ്ടിയുള്ള പരുക്കുകളിൽ അവൻ നിങ്ങളെ പ്രകാശിപ്പിക്കും. പതിവായിട്ടും പകച്ചു പോകുന്ന ദിനരാത്രങ്ങളിലും ദൈവം